ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ രാത്രി 11:30 നമ്മൾ കിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നേരത്തെ പോരുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ ട്രെയിൻ ഇപ്പോൾ എത്തും. അവൻ ഇന്ന് രാത്രിയാണ് പോകുന്നത്. സോ എന്തായാലും നാളെ അവനക്ക് ക്ലാസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ട്രെയിനൊന്നും വന്നിട്ടില്ല. ഇനി ടൈം ആയിട്ടില്ലേന്നാവോ. അവൻ പറഞ്ഞത് 11:45-നാണ്, പക്ഷെ 11:50 ഇപ്പോഴും. എൻ്റെ അളിയാ ഗൈസ്. ഇതാണ് ട്രെയിൻ പോകുന്നത്. നമുക്കതിന് മുന്നിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്യാം ഗൈസ്. അങ്ങനെ ട്രെയിൻ നിർത്തിയപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ കമലയായിരുന്നു. പക്ഷെ കിട്ടു പോന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് നമ്മുടെ കിട്ടുവിനൊന്ന് വിളിച്ച് കൺഫേം ചെയ്തേക്കാം ഗൈസ്. അവൻ ഉറക്കം കാരണം അവൻ വന്നില്ല എന്നാണ് പറഞ്ഞത്. എടാ ഇതെന്തുവാ ഗൈസ്, ഒന്ന് മാപ്പിൻ്റെ ഒക്കെ പോലുണ്ട്. ഇങ്ങനെ ഇറങ്ങി എടുത്ത് നോക്കാം. എടാ ഇതെന്ത് സംഭവം ഗൈസ്? ഇത് കണ്ടിട്ടൊരു മാപ്പ് രീതിയാണ്. ഓ, ഇത് നമ്മുടെ രീതിയിലുള്ളൊരു മാപ്പ് തന്നെയാണല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഒന്ന് പോയി നോക്കിയാലോ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തോ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷൻ അവിടെ ഒരു ഞണ്ടിൻ്റെ ഒക്കെ രീതിയിലൊരു ഫോട്ടോ കണ്ടില്ലേ, അവിടെയാണ് ടാർഗറ്റ് ഉള്ളത്. സ്റ്റാർട്ടിങ് ഇവിടുന്നാണ്. ഈ ഒരു മാപ്പാണല്ലോ സ്റ്റാർട്ടിങ് ഗൈസ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ടിങ്. ഓ ഗൈസ്, ഇതാണ് ഇനി സ്ഥലം. ഇവിടുന്ന് ഇനി കുറച്ചുകൂടി പോവാണ്ട്. ഓ അതെന്താടേ ഗൈസ്, നിങ്ങൾ സൗണ്ട് കേട്ടാ? ഒരു മോൺസ്റ്ററിൻ്റെ ഒക്കെ സൗണ്ട്. മോൺസ്റ്ററിൻ്റെ ഒക്കെ ഒരു സൗണ്ടാണത്. എന്നാലത് എവിടുന്നാടേ? ഓ ഗൈസ്, ഇപ്പോഴും കേട്ടില്ലേ ഒരു ബേബിയുടെ സൗണ്ട്? അതെ ഗൈസ്, അതൊരു കുട്ടിയുടെ സൗണ്ടാണ്. എന്തോ കരയുന്നൊരു രീതിയിലാണ് ആ ഒരു ബംഗ്ലാവിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഗൈസ്. കാര്യം സത്യം പറഞ്ഞാൽ അവിടേക്കൊന്നും ആരും പോവാറില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അവിടുന്ന് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ആ സൗണ്ട് കേട്ടത് കേട്ടോ. എൻ്റെ അളിയോ, ഇത് കുറച്ച് ടെററാണല്ലോ ഇവിടെ. എൻ്റെ അമ്മോ ഗൈസ്, ഇവിടെ കുറച്ച് സീനാണ്. എന്നാലും ഇവിടെ ഒറ്റയ്ക്കൊക്കെ വന്ന കിളി പാറും. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ധൈര്യമുണ്ട്. അതല്ല, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിളി ഉറപ്പായിട്ട് പോവും ഗൈസ്. ഇവിടെ സീനാണ്. എടേ ഇതിൻ്റെ അകത്ത് കയറണടേ ഗൈസ്. ഇവിടെ കയറി നോക്കാം. ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഓ, ഇവിടെ കുറച്ച് പേപ്പർ കിടക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കണ്ട. നമ്മൾ ആ സൗണ്ട് എവിടെ നിന്നാണ് നോക്കുന്നത്. എടേ ഇനി ഇവിടെ വല്ല ഗോസ്റ്റും ഉണ്ടാടേ ഗൈസ്. ഇവിടെ ഗോസ്റ്റ് വല്ലതും ഉണ്ടോ പറയാൻ പറ്റില്ല. ഈ ഏതോ പഴയ ഒരു ബംഗ്ലാവ് തന്നെയാണ്. എൻ്റെ അളിയാ, സീനായിട്ട് ഈ സ്ഥലം. എൻ്റെ അമ്മോ, ഇവിടെ ഡോറുണ്ട്. ഇതെന്ത് ഡോറാ? ഓഫ്, ഇത് തുറന്നിട്ട് കിട്ടുന്നില്ല. എൻ്റെ അളിയാ പക്ഷെ ഇത് തള്ളിയിട്ട് കിട്ടുന്നില്ല. ഇതിന് ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഇതിമേക്ക് പോകണ്ട. ചിലപ്പോൾ അകത്തിന്ന് അല്ല, അകത്തപ്പം ആരായിരിക്കും? ഉയ്യോ, അപ്പോൾ ഇവിടുന്ന് പണ്ടുന്നതാണ് സേഫ്. എൻ്റെ ഒളിയോ ഗൈസ്, എനിക്കിപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഉയ്യോ എൻ്റെ മോ, ഇതെന്താണ്? എൻ്റെ മോനെ ഗൈസ്, ഇതാണ് ആ ഒരു കുട്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞത് ഗൈസ്. ഈ ഒരു കുട്ടി ഇനി എങ്ങാനും ഗോസ്റ്റ് ആണേ ഗൈസ്. അതിൻ്റെ മുഖവും കളറൊക്കെ നോക്കി വെള്ള. എൻ്റെ മോ ഗൈസ്, എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. ഇവിടെ വന്നതേ എനിക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. എന്നാൽ ആ ഒരു കുട്ടി മാത്രം എങ്ങനെ ആ ഒരു കാടിന് നടുക്ക് വന്നത്? അതായത് ആ ഒരു ബംഗ്ലാവിൻ്റെ നടുക്ക് എങ്ങനെ ആ കുട്ടി വന്നു ഗൈസ്? നമ്മൾ ഈ സിറ്റിയിൽ എല്ലാം സൊല്യൂഷന് പറ്റിയിട്ടുള്ളൊരു ലൈബ്രറി ഉണ്ട്. സോ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ അതിനകത്ത് ഇതിനെ പറ്റിയിട്ടുള്ള വല്ലതും ഉണ്ടാവും. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. എൻ്റെ മോനെ ഗൈസ്, ആ കുട്ടീനെ കണ്ടപ്പോൾ എൻ്റെ കിളി ഒന്നാകെ പാറിപ്പോയി. ശരിയില്ല, നമുക്ക് ഇവിടെ ഒന്ന് തപ്പി നോക്കാം. ഇത് സ്റ്റോറി സെക്ഷനാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇത് ഹൊററല്ല. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തുണ്ടോ? ഇത് കട ഫുള്ള് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഓ, ഇതെന്താ സ്പെഷ്യൽ ബുക്കാണോ? ഓ ഗൈസ്, ഇതെന്ത് ബുക്കാ? നാട് ചെങ്ങലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അല്ല, പട്ടീനെയും പൂച്ചനാണെങ്കിൽ പിന്നെയുണ്ട്. ഇത് ബുക്കിന് ചെങ്ങല ഇടുക എന്ന് പറഞ്ഞാൽ അതെത്ര ഗൈസ്? ഓ, നാണ്ടൊരു കോടാലി ഇവിടെ ഇരുന്നുണ്ട്. നമുക്കത് കുത്തി തുറന്നാലോ ഗൈസ്? ആ കുട്ടീനെ കണ്ടതിന് ശേഷം എനിക്ക് ഇക്കപ്സ് വന്ന് ചെറിയൊരു സീനുണ്ട് ഗൈസ്. നെന്നൊക്കെ ആകെപ്പാട് ഇടിക്കുന്നുണ്ട്.
കുഴപ്പമില്ല, നമുക്ക് ഈ ബുക്കൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. എന്താണ് സീനെന്ന് അറിയില്ല, നമുക്ക് ചെറിയൊരു ഇക്കപ്സ് ഉണ്ട്. ഓക്കെ, സീനില്ല ഗൈസ്. ആ ബുക്കിലൊന്നും ഞാൻ അങ്ങനെ എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ചെറിയൊരു സീനുണ്ട്, നമ്മൾ ഇക്കപ്സ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു കുട്ടിയുടെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ നമുക്കത് ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഇത് എന്ത് കുട്ടിയാണെന്ന് നോക്കണം ഗൈസ്. ഞാൻ ഈ കയറി വരുന്നൊന്ന് എനിക്കൊരു ഡോള് കിട്ടി. അപ്പോൾ ഇതാ ഒരു കുട്ടിയുടെ അവൻ നല്ല ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് വെച്ചൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. നമ്മുടെ എൻ്റെ മോനെ, എൻ്റെ അളിയാ ഗൈസ്, എൻ്റെ ഇക്കപ്സ് മാറി. ആ കുട്ടീനെ കണ്ടപ്പോൾ എൻ്റെ ഇക്കപ്സ് മാറി ഗൈസ്. അയ്യോ, ദാണ്ട് വീണ്ടും. ഓക്കെ, കുഴപ്പമില്ല, ഈ ഡോറ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഈ ഡോറ്, എൻ്റെ മോനെ ദാണ്ട് കമല ഗൈസ്. അപ്പോൾ നേരത്തെ ട്രെയിൻ ഓടിച്ചതാരാ ഗൈസ്? എന്തായാലും ഇത് കമലയുടെ റൂമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം കമല ഒന്നാമത് ചോപ്പ് ഡ്രസ്സാണ്, ഈ റൂമും ഫുള്ള് ചോപ്പാണ്. അപ്പോൾ ആ ഒരു കുട്ടി ചിലപ്പോൾ കമലയുടെ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് വിചാരിച്ചത് അത് അതിൻ്റെ അമ്മയായിരിക്കും എന്നാണ്. അതാണ് ആ ഒരു കുട്ടി എൻ്റെ പിന്നാലെ വന്നിരുന്നത്. ഞാനപ്പോൾ പേടിച്ച് വണ്ടി. സോ കുഴപ്പമില്ല ഗായ്സ്. എൻ്റെ വീടിൻ്റെ അവിടെ വേണ്ട ആ ഒരു ബംഗ്ലാവല്ലേ അത്? എൻ്റെ മോനെ, അതെങ്ങനെയാണ് ഇവിടെ എത്തി ഗായ്സ്? അത് നമ്മുടെ ജൊറാസിക് പാർക്കിൻ്റെ കുറച്ച് അകലെയായിരുന്നു. ഉയ്യോ, എൻ്റെ ബാക്കിൽ ആരോ കിടക്കുന്നുണ്ട് ഗായ്സ്. എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ആരും ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ആരായിരിക്കും. ഇതേ ഞാൻ ആ കണ്ട വീട് അതാണ്. എടേ, എൻ്റെ വീട് വരെ അങ്ങനെ ആയോ ഗായ്സ്? അതെന്ത്? ആണ്ട് ആ പ്രേതക്കുട്ടി ഗായ്സ്. കമൽ ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത് അത് കമലയുടെ കുട്ടിയല്ല എന്നാണ്. എൻ്റെ അളിയ, ഇത് പ്രേതമാണേ. ഈ ഒരു കുട്ടി പ്രേതനാന്ന് തോന്നുന്നു. അതുകൊണ്ട് കമൽ ഇപ്പൊ മണ്ട റെഡിയായി നിൽക്കുകയാണ്. ഇതേ നമ്മുടെ പണ്ടത്തെ സ്പൈഡർമാനെ പോലെയാണ്. എൻ്റെ അളിയ, അതാണ്ട് കമല ഇടിക്കാൻ പോയി. കമല വരെ തെറിച്ചു പോയി. എൻ്റെ മോനെ, ഈ കുട്ടി, അയ്യോ, എന്നെ ഒന്നും കാട്ടല്ലേ.